കുലദേവത, പരദേവത, ധർമ്മദേവത എല്ലാം ഒന്നാണോ? കുലദേവതയെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഒരു കുടുംബമോ ഒരു വംശമോ പാരമ്പര്യമായി സേവിക്കുന്നതും കുടുംബത്തിൻ്റെയും വംശത്തിൻ്റെയും രക്ഷയുടെ ചുമതലയുള്ള ദേവതയാണ് കുലദേവത അല്ലെങ്കിൽ പരദേവത. പരദേവത എന്നാൽ ഭരിക്കുക, സംരക്ഷിക്കുക, താങ്ങുക എന്നാണ് അർത്ഥമുള്ളത്. കുടുംബത്തിൻ്റെയും വംശത്തിൻ്റെയും രക്ഷയുടെ ചുമതലയുള്ള ദേവതയാണ് കുലദേവത. പൂർവകാലത്ത് മിക്ക തറവാടുകളിലും ധാരാളം കുട്ടികളുണ്ടാവും. അതിലൊരാൾ പൂർവജന്മന വാസനാഫലമായിട്ട് സന്യാസത്തിനും ഭജനത്തിനുമായി നാടുവിടും. വർഷങ്ങൾ നീളുന്ന യാത്രയിൽ ഈ സന്യാസി നിരവധി ഗുരുക്കന്മാരിൽ നിന്നും അറിവുകളും നേടും. ഇങ്ങനെ ഈ സന്യാസി ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി ഉപാസിക്കാൻ തുടങ്ങും. തദവസരത്തിൽ ഈ ഉപാസനാ മൂർത്തിയുടെ സാന്നിധ്യവും ദർശനവും സന്യാസിക്ക് അനുഭവയോഗ്യമായി തീരും. ഏതാപത്തിലും വിളിച്ചാൽ സന്യാസിയുടെ സംരക്ഷണത്തിനും രക്ഷയുമായി ഈ ഉപാസനമൂർത്തി കൂടെ ഉണ്ടാകും. ഈ അവസ്ഥയിൽ എത്തിയ സന്യാസി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഉപാസനാമൂർത്തിയുടെ സാന്നിധ്യവുമായിട്ടാണ് തൻ്റെ തറവാടിലേക്ക് വരുന്നത്. തിരിച്ചെത്തുന്ന ഈ സന്യാസി തൻ്റെ വീടിനടുത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടാക്കി ആ ദേവതയെ അവിടെ കുടിയിരുത്തും. ഈ അവസ്ഥയിൽ അന്നുള്ള ആ കുടുംബത്തിലുള്ള ആൾക്കാരും മുതിർന്ന ആൾക്കാരും സന്യാസിയും കൂടി ഈ ദേവതയുടെ മുന്നിൽ ഒരു പ്രതിജ്ഞ ചൊല്ലിയാണ് കുടിയിരുത്തുന്നത്. ഞങ്ങളും ഞങ്ങളുടെ പരമ്പരയും ഉള്ള കാലത്തോളം വിധി പോലെ സേവിച്ചു കൊള്ളാം എന്ന് ദേവതയുടെ മുന്നിൽ പ്രതിജ്ഞ ചൊല്ലിയാണ് കുടിയിരുത്തുന്നത്. അങ്ങനെ കുടിയിരുത്തിയ ക്ഷേത്രങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങൾ. അതിന് ഏറ്റവും ഉദാഹരണം ആറ്റുകാൽ ദേവീക്ഷേത്രം, കുടുംബക്ഷേത്രമാണ്. ഏകദേശം കുംഭമാസത്തിലെ പൂരനാളിൽ 40 ലക്ഷത്തിന് പുറത്ത് സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുന്ന ക്ഷേത്രം. ഇത് കുടുംബക്ഷേത്രമാണ്. പിന്നീട് അത് ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. തൊഴുവങ്കോട് ചാമുണ്ഡി ക്ഷേത്രം ഇപ്പോഴും അത് കുടുംബക്ഷേത്രമായിട്ടാണ് നിൽക്കുന്നത്. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം, ഇതെല്ലാം കുടുംബക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ്. അതിനുശേഷം ഈ സന്യാസിയുടെ മരണശേഷം സന്യാസിയുടെ പ്രേതത്തെ ദുരിതശുദ്ധിയെല്ലാം ചെയ്ത് ഈ ദേവതയുടെ കൂടെ തൊട്ടടുത്ത് തന്നെ യോഗീശ്വരൻ, മന്ത്രമൂർത്തി എന്നീ സങ്കല്പത്തിൽ അവിടെ കുടിയിരുത്തി പൂജിച്ചു വരുന്നു. ദൈവമൂട്ടും തണ്ണീരമൃതും പായസം, കുരുതി, വെള്ളരിപ്പാൽ, ഊട്ടുപാട്ടുകൾ എന്നിവ ഏതേതു പണ്ടുള്ളോർ അറിഞ്ഞിട്ട് അത് ചെയ്തിടുകിൽ ധർമ്മദൈവം പ്രസാദിപ്പിൽ കുളിർപ്പു തറവാടുകൾ. പൂർവികരായിട്ട് വെച്ച് പൂജിക്കുന്ന ഈ ദേവതയെ അടുത്ത തലമുറകൾ വിധിയനുസരിച്ച് പൂജകളെല്ലാം ചെയ്താൽ ആ കുടുംബത്തിന് സന്താനങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും വരുമെന്നാണ്. കുടുംബ പരദേവത ദേവനോ ദേവിയോ ആകാം. ഇതിലും കൂടുതലായിട്ടും വരുന്നത് ദേവിയായിട്ടാണ് കാണുന്നത്. ഭഗവതിയായിട്ടാണ് കുടുംബ പരദേവതയെ കാണുക. ഭഗവതി എന്ന് പറയുമ്പോൾ ഭദ്രകാളിയാകാം, ദുർഗയാകാം, അന്നപൂർണേശ്വരിയാകാം,
ശ്രീപാർവതിയാകാം. എല്ലാം ഭഗവതി എന്ന സങ്കല്പത്തിലാണ് പൂജകൾ ചെയ്യുക. ഭഗവതി, ഭഗം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയഃ ജ്ഞാന വൈരാഗ്യ ശൈവ വൈഷണ്യോ ഭവതി നൃണാം ഇതി ഭഗവതി. ഈ 6 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ഭഗവതിയുടെ സങ്കല്പമാകുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയഃ ജ്ഞാന വൈരാഗ്യ ശൈവ വൈഷണ്യോ ഭവതി നൃണാം ഇതി ഭഗവതി എന്നാണ്. പരദേവതയെ കണ്ടെത്തുന്നത് നമ്മുടെ എല്ലാം ജാതകത്തില് ലഗ്നാൽ 4-ാം ഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരദേവതയെ കണ്ടെത്തുന്നത്. 4-ാം ഭാവാധിപൻ, 4-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശി, 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി എന്ന ഗ്രഹങ്ങൾ, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് പരദേവതയെ കണ്ടെത്തുന്നത്. ഭാവത്തിനും തൽപതിക്കും കാരകാഗ്രഹത്തിനും മൂവർക്കും ബലമുണ്ടെങ്കിൽ ഭാവസമ്പത്ത് ചൊല്ലിയിടാം. പരദേവതയെ കണ്ടെത്തി യഥാവിധി പൂജകളെല്ലാം ചെയ്താൽ ദൈവമൂട്ടും തണ്ണീരമൃതും പായസം കുരുതി വെള്ളരിപ്പാലൂട്ട് പാട്ടുകൾ എന്നിവ ഏതേതു പണ്ടുള്ളവർ അറിഞ്ഞിട്ടത് ചെയ്തിടുകയിൽ ധർമ്മദൈവം പ്രസാദിപ്പിൽ കുളിർപ്പുതറവാട്. നമസ്കാരം.